എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അതൊക്കെ പറ. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ ആര് കേൾക്കണ്ട. നമ്മൾ തമ്മിൽ പറയുന്ന കാര്യം നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. തെറ്റാണെങ്കിൽ ശാന്തമ്മ ക്ഷമിച്ചേക്ക്. അച്ഛനോട് തൊട്ട് പറയുമ്പോ വേണ്ട. എന്താ വർക്കിച്ചേട്ടാ? പതുക്കെ. ശാന്തമ്മയാണ് കെട്ടിയോ മരിച്ചു നിൽക്കുക. ജീവിക്കാനാണ് ഒന്നുമില്ല. എനിക്കാണ് നല്ല ബിസിനസ് ഉണ്ട്, തെണ്ടല്. അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും. നീ ഒന്ന് മനസ്സ് വെച്ചാ. വർക്കിച്ചേട്ടൻ കാര്യം പറ. പറയട്ടെ. ഞാൻ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നാലേ ഒരിത്തിരി വെള്ളം ചൂടാക്കി തരാനോ കയ്യോ കാലോ പിടിക്കാനോ ഒരാളും എനിക്കില്ല. കണ്ടമാനം പണം ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ശാന്തമ്മ വീട്ടിലുണ്ടായ ഇത്തിരി വെള്ളം ചൂടാക്കി തരാ കയ്യും കാലം പിടിക്കാനൊക്കെ എനിക്കൊരാളായി. പൊയ്ക്കേ. മേലാൽ ഇതും പറഞ്ഞോണ്ട് ഇവിടെ വരരുത്. വാ മോനെ. അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കും. തെണ്ടേന്റെ തെണ്ട് തന്നെ. ജീവിക്കാനൊരു മാർഗം കാണിച്ചു കൊടുക്കാന്ന് വെച്ചാ അത് വേണ്ട. ഇങ്ങനെയും ജീവിച്ചോ? പെണ്ണുങ്ങൾ 100 എണ്ണം എന്റെ പുറകെ നടക്കുന്നുണ്ട്. എനിക്കാവശ്യമില്ല. മോളെ, നീ എവിടെ പോയിരുന്നു? വെറുതെ ഈ കായൽ തീരത്തൊക്കെ അലഞ്ഞു നടന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിനക്കെന്തോ വലിയ മാറ്റമുണ്ട്. ഞാനിങ്ങനെ മാറിയിട്ട് എത്രയോ വർഷമായി ഡാഡി. മോളെ, ഒരു കൂട്ടിന് വേണ്ടിയെങ്കിലും ഒരു വിവാഹം കഴിച്ചൂടെ? വേണ്ടെന്നായിരിക്കും നിന്റെ ഉത്തരം. ഒന്നാലോചിക്കൂ. അത് വേണമെന്ന് എനിക്കും തോന്നി തുടങ്ങി. ഡാഡി വേണുവിനെ അറിയില്ലേ? എനിക്ക് വേണ്ടി ക്രിസ്ത്യാനിയായ മനുഷ്യൻ. കഴിഞ്ഞ ദിവസം ഞാൻ ആ മനുഷ്യനെ കണ്ടു, ഒരു പാതിരിയുടെ വേഷത്തിൽ. ഞാനപ്പോ നല്ലപോലെ കുടിച്ചിരുന്നു. അയാളോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ എന്റെ മനസ്സ് അയാളെ അന്വേഷിച്ചു തുടങ്ങി. Yes, come in. ഒരുപാട് കാലത്തിന് ശേഷം. അതെ, വർഷങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ ദിവസം കുറെ ചെറുപ്പക്കാരുടെ കൂടെ ഒരു കാറിൽ നിന്നെ ഞാൻ കണ്ടു. കുടിച്ചു ബോധമില്ലാത്ത നിലയിൽ മദ്യത്തിനു വേണ്ടി നീ ബഹളം കൂട്ടുകയായിരുന്നു. ഞാനിപ്പോ അങ്ങനെയാണ്. എന്റെ ജീവിതം അങ്ങനെയായിപ്പോയി. വിവാഹിതയായി നീ നല്ലൊരമ്മയായി ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത്. എനിക്കൊന്നുമില്ല, എനിക്കാരുമില്ല. നിന്റെ ഡാഡി ജീവിച്ചിരിപ്പുണ്ട്. നീ ഇപ്പൊ എന്തിനിവിടെ വന്നു? നിങ്ങളെ കാണാൻ. എനിക്കൊരു ജീവിതം തരണമെന്ന് അപേക്ഷിക്കാൻ. ഷർലി, ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ എവിടെയോ വെച്ച് കണ്ടുമുട്ടി. കണ്ടുമുട്ടിയതുപോലെ തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്തു. അതാണ് എന്നെ തകർത്തത്. നിങ്ങൾ എന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ മനസ്സും കൂടെ നിങ്ങൾ കൊണ്ടുപോയി. തിരിച്ചു വിളിക്കണമെന്ന് തോന്നി. ദുർവാശി എന്നെ സമ്മതിച്ചില്ല. എനിക്കന്ന് നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് തിരിച്ചു കിട്ടണം. ഇല്ല ഷർലി, നീ വളരെ വൈകിപ്പോയി. അന്ന് നിന്റെ വീടിന്റെ പടികൾ ഇറങ്ങിയ ശേഷം എനിക്ക് നഷ്ടപ്പെട്ട് എന്നെ അന്വേഷിച്ച്
വർഷങ്ങളോളം ഞാൻ അലിഞ്ഞു. ഈ ജീവിതം ഞാൻ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോ ഒരു പക്ഷെ എന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിന്ന് വിലപിക്കേണ്ടി വരുമായിരുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. പിന്നെ അതെന്റെ ജീവിതത്തിന്റെ തത്വശാസ്ത്രമായി. ഞാൻ ദൈവത്തെ കണ്ടെത്തി. വർഷങ്ങളായി ഞാൻ ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ടപ്പോ എനിക്കെന്റെ ജീവിതം തിരിച്ചു കിട്ടിയെന്ന് തോന്നി. ഇല്ല ഷെർലി, ഇനി ഒരിക്കലും എനിക്ക് നിനക്ക് തരാൻ കഴിയില്ല. നീ ഉദ്ദേശിക്കുന്നതിൽ നിന്നും എത്രയോ ദൂരത്താണ് ഞാൻ. ഇതൊരാശ്രമമാണ്. ഞാനൊരു വൈദികൻ. വേണോ? നോ, ഐ എം ഫാദർ മൈക്കിൾ. ഫുട്ബോൾ ഗ്രൗണ്ടിൽ പന്തുമായി ഓടിയ ഒരു യുവാവ്. നിന്നെ തിരക്കി ഓടിയെത്തിയ നിന്റെ കാമുകൻ. ആ വേണു എന്നേ മരിച്ചുപോയി. എന്നെ ഫാദർ എന്ന് വിളിക്കൂ. അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇല്ല, ഞാനങ്ങനെ വിളിക്കില്ല. എനിക്കിപ്പോഴും വേണു തന്നെയാണ്. അങ്ങനെ തന്നെ നിങ്ങൾ എനിക്ക് തിരിച്ചു കെട്ടുകയും വേണം. വാട്ട് യു മീൻ? നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? നിന്നെ ഒരിക്കലും കണ്ടുമുട്ടരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നീ ഇവിടുന്ന് പോകും. പോയി ഒരു നല്ല സ്ത്രീയായി ജീവിക്കും. ഷെർലി, നമ്മുടെ വഴികൾ രണ്ടാണ്. ഈ വഴികൾ ഒരിക്കലും കൂട്ടുമുട്ടുകയില്ല. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ. ദയവായി നീ ഇവിടുന്ന് പോകും. മനസ്സ് നിറയെ നിങ്ങളാണ്. നിങ്ങളെ കുറിച്ചുള്ള വിചാരങ്ങളും നിങ്ങളുടെ രൂപവും. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഷെർലി, നിന്റെ സമനില തെറ്റിയിരിക്കും. നീ അല്പനേരം വിശ്രമിക്കൂ, പ്രാർത്ഥിക്കൂ. നിങ്ങളെ എനിക്ക് വേണം. നിങ്ങൾ എന്റെ വേണമാണ്. ഷെർലി, ഇതൊരാശ്രമമാണ്. നിങ്ങൾ എന്റെ കൂടെ വരൂ. ഷെർലി, എനിക്കിനി ഒരിടത്തേക്കേ പോകാനുള്ളൂ. അവൻ വിളിക്കുമ്പോ അവന്റെ അടുത്തേക്ക്. എങ്കിൽ അതിനുള്ള സമയമായി. നിന്റെ നിശ്ചയം അതാണെങ്കിൽ അത് നടക്കട്ടെ. ഒരിക്കൽ ഞാൻ ക്രൂശിക്കപ്പെട്ടു. വീണ്ടും ഇതാ ഒരിക്കൽ കൂടി. അച്ഛൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അതെന്താണെന്ന് പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതിലൊരു രഹസ്യവുമില്ല.
അച്ഛന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എനിക്കോ? എനിക്ക് മിത്രങ്ങളേ ഉള്ളൂ. എന്നെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് ചുറ്റും. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. തോക്ക് എന്റെ കയ്യിലിരുന്നാ പൊട്ടിയത്. ഞാനത് തുടക്കുകയായിരുന്നു. ശരി, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ എന്തിനാ കള്ളം പറഞ്ഞത്? വൈദികൻ കള്ളം പറയാൻ പാടില്ല. എങ്കിലും അതുകൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് തെറ്റില്ലെന്നാ എന്റെ വിശ്വാസം. ശാന്തമ്മേ, ശാന്തമ്മ ആശ്രമത്തിലേക്ക് പോയിക്കോളൂ. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കണ്ടേ? ഞാൻ സുഖമായി വരുന്നത് വരെ ശാന്തമ്മ അവരെ നോക്കണം. രാജു അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ല്. ദൈവമേ, എന്താ വേദനയുണ്ടോ? ഇല്ല. ഇതാ മരുന്ന് കുടിക്കൂ. ഗൗരി, ആരാണ് അവിടെ? എനിക്കറിയില്ല, ഒരച്ഛനാണ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ മനസ്സിലായോ? ഞാൻ ആരെയെങ്കിലും മറക്കാതെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെയാണ്. എനിക്കൊരു മകൾ ഉണ്ടായിപ്പോയി. നിങ്ങൾ 2 പ്രാവശ്യം അവൾക്ക് വേണ്ടി ഈ പടി കടന്നു വന്നു. മൂന്നാമതും ഞാൻ അവളെ അന്വേഷിച്ചാ വന്നത്. ഇരിക്കൂ. ഷെർലി എവിടെ? അവൾ ഇവിടെ ഇല്ല. എവിടെ പോയി? എവിടെ പോയോ ആവോ? അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. ഇപ്പോഴും രാമുണ്ണി അവളെവിടെയെല്ലാമോ അന്വേഷിക്കുകയായിരിക്കും. അറിയാവുന്ന വിലാസങ്ങളിലെല്ലാം ഞാൻ അവൾക്ക് എഴുതി. കൈപ്പറ്റാൻ ആളില്ലാത്തതുകൊണ്ട് കത്തുകൾ തിരിച്ചെത്തി. കുറെ നാൾ മുമ്പ് ഒരു രാത്രി അവൾ എന്റെ അടുത്ത് വന്നു. അവളുടെ മനസ്സ് നിങ്ങളെ അന്വേഷിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാണ് അവൾ ഇവിടുന്ന് പോയത്. മനസ്സിന്റെ സമനില തെറ്റിയ മട്ടിലാണ് അവൾ എന്റെ ആശ്രമത്തിൽ വന്ന് കയറിയത്. അങ്ങനെ തന്നെയാണ് അവിടെ ഇറങ്ങിപ്പോയത്. മിസ്റ്റർ വേണു, ഐ എം സോറി ഫാദർ. നിങ്ങൾക്ക് അവളെ അവിടെ പിടിച്ചു നിർത്താമായിരുന്നില്ലേ? എന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവൾ അവിടെ വന്നു കയറിയത്. ഞാൻ പഴയ വീണുമല്ല, മൈക്കിളുമല്ല. എന്റെ വേഷം നോക്കൂ. എന്നെ ഇനി ആർക്കും കൊടുക്കാൻ എനിക്ക് അവകാശമില്ല. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അന്ന് രാത്രി അവളുടെ ബെഡ്റൂമിൽ വിസ്കി കുപ്പി കണ്ടു. അവളൊരു കൊടുങ്കാറ്റായി മാറി. പിന്നെ അവൾ അടക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എല്ലാ കൊടുങ്കാറ്റുകളും ഒരു ദിവസം അവിടെ ചെന്നടങ്ങും. ഷെർലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചത്. നിങ്ങൾ വിശുദ്ധനായി. അവൾ കുറങ്ങണമെങ്കിൽ വിസ്കി വേണം. തോന്നിയെടുത്താണ് ഉറക്കം. ഞാൻ എന്ത് ചെയ്യും ഫാദർ? അവളെ നമുക്ക് അന്വേഷിക്കാം.
കർത്താവേ. ആയിരപാദസ്വരങ്ങൾ കിരൂങ്ങി കിരൂങ്ങി ആലുവ പൂഴ വിടുമൊഴുകി ഒഴുകി. സാറേ വല്ലം തന്നെ സാറേ. ആയിരം പാദസ്വരങ്ങൾ കിരൂങ്ങി. കണ്ണട വെച്ച സാറേ വല്ലം തന്നെ സാറേ, വല്ലം തന്നെ സാറേ. കണ്ണട വെച്ച സാറേ വല്ലതും തരണം സാറേ, വല്ലതും തരണം സാറേ. തീവണ്ടി കഴിച്ച് കൊല്ലത്തെ ജാതിയും. Button.